അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒരു വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ കൂട്ടിയോജിപ്പിച്ച് വരച്ച ഒരു മൂല വരച്ചു കഴിഞ്ഞാൽ ആ മൂല 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ വൃത്തത്തിനുള്ളിലും, 90 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിലും, 90 ഡിഗ്രി കുറവാണെങ്കിൽ അത് വൃത്തത്തിന് പുറത്തുമായിരിക്കുമെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. If it is more than 90 degree, it will be inside the circle. If it is 90 degree, on the circle. If it is less than 90 degree, outside the circle. Okay. ഈ മൂന്ന് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് കണക്കുകൾ മാത്രം ഇവിടെ ചർച്ച ചെയ്യുകയാണ് രണ്ടാമത്തെ എപ്പിസോഡ്. ഞാൻ ഒരേ ബേസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 3 ത്രികോണങ്ങൾ വരച്ചിരിക്കുന്നു. ഒരേ പാദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 3 ത്രികോണം വരച്ചിരിക്കുന്നു. I have already drawn 3 triangles with the same base. ഒരേ പാദം ഉപയോഗിച്ചുകൊണ്ട് ഇതും ഈ കോണളവ് 110 ഡിഗ്രിയാണ് വിചാരിക്കുക. ഇത് റൈറ്റ് ആംഗിൾ എന്ന് വിചാരിക്കുക. ഈ സിമ്പൽ നമ്മൾ കാണിക്കുന്നത് റൈറ്റ് ആംഗിൾ. നമുക്കറിയാം റൈറ്റ് ആംഗിൾ സിമ്പലാണ്. അത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 70 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഒരു ചോദ്യം ഇങ്ങനെ പ്രതീക്ഷിക്കാം. എന്തെന്ന് വെച്ചാൽ ഈ ത്രികോണങ്ങളുടെ പാദം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഈ മൂല എവിടെയായിരിക്കണം? വൃത്തത്തിനകത്തോ പുറത്തോ അല്ലെങ്കിൽ വൃത്തത്തിലോ എന്ന് പറയണം. ഈ മൂല എവിടെയായിരിക്കും? വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിലാണോ എന്ന് പറയണം. ഈ മൂല എവിടെയായിരിക്കും? What are the position of the third vertex of the triangle? Whether it is inside or outside or on the circle എന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് വേണമെങ്കിൽ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. എ വേണമെങ്കിൽ ABCDE. അപ്പൊ AB പേര് കൊടുത്തു കഴിഞ്ഞാൽ AB വ്യാസമായി വൃത്തം വരച്ചാൽ ഈ C എന്ന മൂല എവിടെയായിരിക്കും നിങ്ങൾ പറയാം. അങ്ങനെ ചിന്തിച്ചു നോക്കും. സി എന്ന മൂല ഈ ത്രികോണത്തിൽ ഇതാണ്. AB ആണ് വ്യാസമായിട്ട് നമ്മൾ AB ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വൃത്തം വരയ്ക്കും. ഇത് വ്യാസമായിട്ട് വൃത്തം വരയ്ക്കും. ഡ്രോയിങ് സർക്കിൾ വിത്ത് ABS ഡയാമീറ്റർ. ABS ഡയാമീറ്റർ. AB ഡയാമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ സിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? സർക്കിളിന്റെ ഡിയുടെ പൊസിഷൻ എവിടെയായിരിക്കും? ഇയുടെ പൊസിഷൻ എവിടെയായിരിക്കും? അതാണ് നമുക്ക് പറയുന്നത്. പറയാൻ പറ്റില്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഇതിനെ പറ്റിയിട്ടാണല്ലോ. നോക്കൂ, ഈ സി എന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രിയാണ്. അത് 90 ഡിഗ്രിയിൽ കൂടുതലാണോ കുറവാണോ 90 ഡിഗ്രിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താ 90 ഡിഗ്രി കൂടുതലല്ലേ 110? അപ്പൊ നമുക്ക് കോൺ സി എവിടെയായിരിക്കണം? വൃത്തത്തിനുള്ളിലായിരിക്കണം. അപ്പൊ നമ്മൾ AB വ്യാസമായി ഇങ്ങനെ AB വ്യാസമായി വൃത്തം വരച്ചാൽ കോൺ സി 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് അത് വൃത്തത്തിന് ഉള്ളിലായിരിക്കും. കോൺ B 90 ഡിഗ്രി ആയതുകൊണ്ട് അത് വൃത്തത്തിലായിരിക്കും. കോൺ E 90 ഡിഗ്രിയിൽ കുറവായതുകൊണ്ട് കോണി വൃത്തത്തിന് പുറത്തായിരിക്കും. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഡ്രോയിങ് എ സർക്കിൾ വിത്ത് ABS diameter, since angle C is more than 90 degree, it will be inside the circle. Since angle D is 90 degree, it will be on the circle. Since angle E is less than 90 degree, it will be outside the circle. Understood? വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ചതുർഭുജം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ക്വാഡ്രിലേറ്ററാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഈ ആംഗിൾ 110 കൊടുത്തു. ഞാൻ ഈ ആംഗിൾ
100 കൊടുത്തു, ഞാൻ ഈ ആംഗിൾ 55 ഡിഗ്രി കൊടുത്തു. എന്നിട്ട് ഇതിന്റെ ഡയഗണൽ വികരണങ്ങൾ വ്യാസമായിട്ട്, എന്താ വികരണം? ഈ മൂലയിൽ കൂടി വരയ്ക്കുന്നതാണ് വികരണം. എതിർമൂലയിൽ കൂടി വരയ്ക്കുന്നത്, ഇങ്ങനെ വരയ്ക്കുന്നതാണ് നമ്മൾ പറയുക വികരണം. അപ്പൊ ഇതിന്റെ വികരണങ്ങൾ, ഈ ചതുർഭുജത്തിന്റെ വികരണങ്ങൾ വ്യാസമായി വൃത്തം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ എതിർമൂലകൾ എവിടെയായിരിക്കും? വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിലാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? If drawing a circle with a diagonal S diameter, what is the position of the opposite angle of its diagonal? അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്, ആ കണക്ക് നമ്മൾ. പക്ഷെ നമുക്കൊരു കാര്യം, ഇവിടെ വേറെ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ചതുർഭുജത്തിന് 4 വശങ്ങളുണ്ടാവും, അപ്പോൾ 4 കോണുകളുണ്ടാവും. അപ്പൊ ആ 4 കോണിൽ 3 നിൽക്കുള്ളൂ. അപ്പൊ ഇതെത്രയാ? അത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പേര് കൊടുക്കാം. എ ബി സി ഡി. ചിത്രം തന്നു കഴിഞ്ഞാൽ എപ്പോഴും പേര് കൊടുക്കുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടത്, ചിത്രത്തിന് പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുക്കാവൂ. ചില കുട്ടികൾ അങ്ങനെ സ്മോൾ ലെറ്റർ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചിത്രത്തിന് പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അപ്പൊ ഞാൻ ചതുർഭുജം ABCD വരച്ചെടുക്കും. ABCD വരച്ചു. അപ്പൊ നമുക്ക് എന്തായാലും പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആംഗിളിന്റെ മെഷർമെന്റ്, ഈ കോണർ എത്രയാണെന്ന് കാണണം. അത് നമ്മൾ 8ാം ക്ലാസ്സിലാണോ 9ാം ക്ലാസ്സിലാണോ അറിയില്ല. നമ്മൾ ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കാണാൻ വേണ്ടി നമ്മളൊരു സൂത്രവാക്യം പഠിച്ചിട്ടുണ്ട്. n-2 × 1h. അല്ലെ, ഏത് പോളിഗണിന്റെ ഈ ആംഗിൾസിന്റെ സമ്മ് കാണാൻ നിങ്ങൾ 8ലോ 9ലോ പഠിച്ചിട്ടുണ്ട്. എന്താണ്? n-2 × 1h. അപ്പൊ നമുക്ക് ഈ കോണുകളുടെ തുക എത്ര? കോൺ എയും ബിയും സിയും ഡിയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ ഈ n എന്ന് പറഞ്ഞാൽ? ഇത് ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണാനുള്ള സൂത്രവാക്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ 4 കോണും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ we can use this formula n-2 × 1h. what do you mean by n? ഈ n എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ബഹുഭുജത്തിന് എത്ര വശമുണ്ട്? ഈ പോളിഗണിന് how many sides does it have? 4 സൈഡ്. അപ്പൊ നമ്മൾ ഇവിടെ 4 കൊടുക്കുന്നു. ഇവിടെ 4 കൊടുത്താലോ 4 - 2 അയക്കണം. 4 - 2 എത്രയാണ്? എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. 1 2 3 4 വശങ്ങളില്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എത്ര കൊടുക്കുന്നു? 4 കൊടുക്കുന്നു. 4 ന് 2 കുറച്ചാലോ? 4 ന് 2 കുറയ്ക്കാണ് എന്താ പറയുന്നത്? 4 ന് 2 കുറച്ചാൽ 2 കിട്ടും. ആ 2 കൊണ്ട് അങ്ങനെ ഉത്തരം കിട്ടുന്ന 2 കൊണ്ട് 150 എന്താക്കാൻ? ഗുണിക്കാനാണ്. ഇവിടെ വായിച്ചൊക്കെ മതി. n-2 ഇൻറ്റു, ഇവിടെ ഇൻറ്റു ആണ്. n-ന്ന് 2 കുറച്ചിട്ട് 150 കൊണ്ട് ഗുണിക്കാൻ. അതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 4 കൊടുത്താൽ 4 - 2 4 - 2 4 ന് 2 കുറയ്ക്കാൻ അറിഞ്ഞൂടാ. 4 ന് 2 കുറച്ചാൽ 2. എന്നിട്ട് ആ 2 കൊണ്ട് കൊണ്ട് ഗുണിക്കണം, 150 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്കറിയാം 360. അപ്പൊ ഒരു ചതുർഭുജത്തിന്റെ കോണുകളുടെ തുക, 4 കോണുകളുടെയും തുക 360 ആയിരിക്കും. അത് പഞ്ചഭുജമായാലും വേണ്ടിയില്ല, 5 വശമുള്ളതാണ് പഞ്ചഭുജം. പഞ്ചകൻ 6 വശമായാലും വേണ്ടിയില്ല, ഹെക്സഗൺ. ഹെപ്റ്റഗൺ 7 വശമുള്ളതിന് ഹെപ്റ്റഗൺ. അപ്പൊ എത്ര വശമാണ് അവിടെ കൊടുത്തിട്ട് അത് ചെയ്യേണ്ട ക്രിയകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സം ഓഫ് ദി പോളിഗൺ കിട്ടും. ഏത് ബഹുഭുജത്തിന്റെ കോണുകൾ കിട്ടും. അപ്പൊ നമുക്കിവിടെ ഈ ബഹുഭുജത്തിന്റെ 4 കോണുകളും കൂടി കൂട്ടാൻ എത്ര കിട്ടി മനസ്സിലായി? 360. അപ്പൊ നമുക്ക് ഈ കോണിന്റെ അളവ് കിട്ടണമെങ്കിൽ ഈ അളവുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ആരുടെ കോണളവായിരിക്കും? 7 കോണളവായിരിക്കില്ല. ഇത് കുട്ടികൾ എത്ര കിട്ടും? 210 55 265. അപ്പൊ 360 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 265 കുറയ്ക്കണം. 265 കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 പിന്നെ 15. ഇവിടെ 15 ആക്കി. 15 ന് 6 പോയാൽ 9 95 ആയി. എത്രയായി? 95. അപ്പൊ കോണിന്റെ അളവിലാണ് 95. ഇപ്പൊ നമ്മൾ നോക്കും, ഈ 3 കോണിന്റെ അളവ് കൂട്ടിയാൽ 360. ഈ 360 അങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ? ഇനി ഇതൊരു പഞ്ചഭുജമാണെങ്കിലോ പഞ്ചകണ്ണാണെങ്കിലോ ഈ എല്ലിന്റെ സ്ഥലത്ത് എന്തിനാണ്? 5 കോണുകളുടെ തുക ആണെങ്കിൽ ഈ എല്ലിന്റെ അടുത്ത് 5 കൊടുക്കണം. 5 ന് എത്ര കുറക്കണം? 2 കുറക്കണം. 5 ന് 2 കുറച്ചാൽ 3 ന് 150 കൊണ്ട് ഗുണിക്കണം.
അപ്പൊ എത്ര കിട്ടും? 540 കിട്ടും. അപ്പൊ പഞ്ചഭുജത്തിന്റെ കോണുകൾ എടുത്തത് 540. സൈഡ് എത്രയായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ. അപ്പൊ നമുക്ക് അതിന്റെ 4 കോണുകൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ആവശ്യപ്പെട്ട എന്താ? ഇതിന്റെ വികരണങ്ങൾ വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ അതിന്റെ എതിർമൂലകൾ. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കുന്ന വികരണം, സപ്പോസ് നമ്മൾ വരയ്ക്കുന്ന വികരണം എന്താണ്? നമ്മൾ വരയ്ക്കുന്ന വികരണം ഇതാണ് ഡയാമീറ്റർ ഇതാണ് വിചാരിക്കാം. ഇപ്പൊ ഈ ഡയാമീറ്റർ പേര് പറയാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ഡയാമീറ്റർ ഇതാണ്. ഇതല്ലേ വികരണം, ഫസ്റ്റ് വികരണം ഇതല്ലേ. അപ്പൊ ഇതിന്റെ എതിർമൂലകൾ, ഈ വികരണത്തിന്റെ എതിർമൂലകളാണ് ഡിയും ബിയും. അപ്പൊ AC വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ കോൺ ബിയുടെയും ഡിയുടെയും സ്ഥാനങ്ങൾ എവിടെയായിരിക്കും? വൃത്തത്തിനകത്തോ പുറത്തോ? വൃത്തത്തിനോ എന്നാണ് പറയുന്നത്. AC വ്യാസമായിട്ട് ഇതാണ് വികരണം, ഡയഗണൽ. ഇത് ഡയാമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ആൻസർ? ബി. ചിന്തിക്കാൻ പറ്റില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തു. നോക്കൂ, ഇതിന്റെ അവസ്ഥ എന്താ? 90 കൂടുതലാണോ 90 കുറവാണോ? അല്ലെങ്കിൽ 90 ആണ്. 90 അല്ലാതെ ഏത് കണ്ടുകൊണ്ടെന്ന് മനസ്സിലാവും. മനസ്സിലായില്ലേ? 90 കൂടുതലാണോ കുറവാണോ? കൂടുതലാണെന്ന് മനസ്സിലായിട്ട് 100 ആണ് 110 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കെന്ത് പറയാം? 90 കൂടുതലായതുകൊണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നതിന്? AC വികരണം AC വ്യാസമായി, വികരണം AC വ്യാസമായി വൃത്തം വരച്ചാൽ കോൺ ബിയും കോൺ ഡിയും 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് ഇവ വൃത്തത്തിന് ഉള്ളിലായിരിക്കും. ഇങ്ങനെ പറയേണ്ട AC വ്യാസമായി വൃത്തം വരച്ചാൽ കോൺ ബിയും കോൺ ഡിയും 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് ഇവ വൃത്തത്തിന് ഉള്ളിലായിരിക്കും. ഇനി നമുക്ക് ഇതിൽ ഏതാണ് ഡയഗണൽ? അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം? ഡ്രോയിങ് വിത്ത് ഡയഗണൽ AC S diameter. Now drawing circle with diagonal AC S diameter. Since angle B and angle D are more than 90 degree, they will be inside the circle. They will be inside the circle. തിരിച്ചു നമുക്ക് ഡയഗണൽ വരയ്ക്കാം. AC ഡയഗണൽ ആയിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് വരയ്ക്കാനുള്ള ഡയഗണൽ BD ആണ്. ഏതാണ് വരയ്ക്കാനുള്ള ഡയഗണൽ? BD വരച്ചത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആ ഡയഗണലിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ BD ഡയഗണൽ വരയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ വരിക? ഡയഗണൽ ഓപ്പോസിറ്റ് ആംഗിൾ AUC അല്ലേ വരുന്നത്. അപ്പൊ AUCയുടെയും അളവ് കണ്ടോ? ഇത് 95 ആണ്, ഇതോ 55 ആണ്. ഇത് എത്രയാണ്? 95 ആണ്, ഇതോ 55. ഇത് നമുക്കൊന്ന് മനസ്സിലായി. ഒരു കോണ് 90 ഡിഗ്രിയിൽ കുറവാണ്, ഒരു കോണ് 90 ഡിഗ്രിയിൽ കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? അപ്പൊ BD വ്യാസമായി വൃത്തം വരച്ചാൽ കോണ് 90 ഡിഗ്രിയിൽ കൂടുതലായതുകൊണ്ട് വൃത്തത്തിനകത്തും കോൺ C 90 ഡിഗ്രിയിൽ കുറവായതുകൊണ്ട് വൃത്തത്തിന് പുറത്തുമായിരിക്കും. Drawing circle with the diagonal BD S diameter. Since angle A is more than 90 degree, it will be inside the circle, and since angle C less than 90 degree, it will be outside the circle. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി. ഇതാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള കണക്കുകൾ ചോദിക്കാൻ എല്ലാ പരീക്ഷകളിലും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടി മർമ്മപ്രധാനമായ പോയിന്റുകൾ പറയുമ്പോൾ ആ പോയിന്റ് ഓർക്കുകയും അതെപ്പോഴും വായിച്ച് ശീലിക്കുകയും വേണം. വെറുതെ ഒന്ന് നോക്കി പോയാൽ പോരാ, ആ പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ്, ഒരു വൃത്തം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഒരു വൃത്തം നമ്മൾ പറഞ്ഞു ഇത് കേന്ദ്രമാണെന്ന് പറഞ്ഞു. ഇത് കേന്ദ്രം. ഇനി ഞാനിവിടെ നേരത്തെ പറഞ്ഞു 2 ബിന്ദുക്കൾ ഞാൻ ഇങ്ങനെ ഒരു ചാപം അവിടെ രേഖപ്പെടുത്തി.
വേണമെങ്കിൽ നമുക്ക് എ ബി സി ഇവിടെ ഡി. അപ്പൊ ഞാൻ ഇവിടെ രണ്ട് പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപം നിങ്ങൾ കാണാൻ പറ്റില്ല. Can you see the arc ABC? വൃത്തത്തിന്റെ കഷ്ണം കണ്ടോ, വൃത്തത്തിന്റെ കഷ്ണം ഈ കഷ്ണം. അപ്പൊ മറുവശം കിട്ടില്ലേ ADC എന്ന് പറഞ്ഞ മറുവശം കിട്ടില്ലേ. അപ്പൊ ഞാൻ ഈ ചാപത്തിന്റെ എ എന്ന അഗ്രബിന്ദുവും സി എന്ന അഗ്രബിന്ദുവും കൂടി കൂട്ടി യോജിപ്പിക്കുന്നിടത്തേക്ക് കേന്ദ്രത്തിലേക്കാണ് കൂട്ടി ഈ എയും. അപ്പൊ നമുക്ക് ഇതിനെ നമ്മൾ കേന്ദ്രകോൺ എന്നാണ് പറയുക, സെൻട്രൽ ആംഗിൾ എന്നാണ് ഇതിനെ പറയുക. അതിന്റെ വർട്ടക്സ് എവിടെയായിരിക്കണം, അതിന്റെ മൂല എപ്പോഴും എവിടെ, ഈ കോണിന്റെ മൂല എപ്പോഴും എവിടെയായിരിക്കണം, കേന്ദ്രത്തിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് ചാപം എ ബി സിയുടെ പോയാലില്ല. ചാപം എ ബി സിയുടെ കേന്ദ്രകോണാണ് AOC. ഇതിനെയാണ് നമ്മൾ കേന്ദ്രകോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓർമ്മിച്ച് നോക്കാറുള്ളത്. അപ്പൊ ചാപം ABC പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്കി വരുന്ന ചാപകണങ്ങൾ ADC എന്ന് പറഞ്ഞ ചാപകണങ്ങൾ ബാക്കി വരുന്ന ADC അത് ഇതിന്റെ മറുകണ്ഠമായിരിക്കും. മറുകണ്ഠം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കഷ്ണത്തിനാണ് നമ്മൾ ഇത് പറയാ മറുകണ്ഠം. ഈ ABC എന്ന ചാപത്തിന്റെ ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് നമ്മൾ ADCനെ പറ്റി പറയുന്നത്. അപ്പൊ ഒരു ചാപത്തിലെ ഒരു വൃത്തത്തെ രണ്ട് ചാപങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപത്തിന്റെ മറുചാപമാണ് ADC, രണ്ടാമത്തെ ചാപത്തിന്റെ മറുചാപമാണ് ABC. The alternate arc of ABCയുടെ alternate arc ആരാണ്? ADC ആണ്. അപ്പൊ നമ്മൾ ഇനി ഒരു പ്രത്യേകത നമ്മൾ പഠിക്കാൻ പോകുന്നത്, സപ്പോസ് ഞാൻ ഈ ABC എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ 100 എന്ന് അടയാളപ്പെടുത്തുന്നു. ABC എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എത്ര അടയാളപ്പെടുത്തുന്നു? 100. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചാപം ABCയുടെ കേന്ദ്രകോൺ എത്രയാണ്? 100 എന്ന് പറഞ്ഞാൽ AOC എത്രയാണ്? 100. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ABCയുടെ സെൻട്രൽ ആംഗിളത്തിനെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 100. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ബാക്കിയൊരു കഷ്ണം വരുന്നില്ലേ, ADC എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കഷ്ണം വരുന്നില്ലേ. അപ്പൊ ഞാൻ ADC എന്നുള്ള ഇവിടെ ഞാനൊരു ആർക്ക് വരയ്ക്കുന്നു, ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഈ ചാപത്തിലും ഞാനൊരു കോഡ് വരയ്ക്കുന്നു കേട്ടോ. ഈ ചാപത്തിൽ ഞാനൊരു കോഡ് വരച്ചോ, ചാപത്തിലാണ് വരച്ചത്. ADC എന്ന് പറഞ്ഞ ചാപത്തിലാണ്, ADC എന്ന ചാപത്തിൽ കോഡ് വരച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഇതും ഉണ്ടാക്കുന്നു, ഒരു കോഡ് വരയ്ക്കുന്നു. അതേ ചാപം ADC തന്നെയാണ് ഞാൻ ഈ കോഡ് വരച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതും ഈ കുത്തുവഴി തന്നെയാണ്, ചാപം ADC ആർക്ക് ADC തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയും ഞാൻ ഒരു കോഡ് വരയ്ക്കുന്നു, അവിടെയും ഞാൻ ഒരു കോഡ് വരയ്ക്കും, ഇവിടെയും ഞാൻ അടയാളപ്പെടുത്തി, അവിടെയും ഞാൻ വരയ്ക്കുന്നു. അപ്പൊ ഞാൻ ഈ ചാപത്തിൽ ADC എന്ന ചാപത്തില് കുറെ കോഡുകൾ വരച്ചു. അപ്പൊ ചാപം ABCയുടെ കേന്ദ്രകോൺ 100 ആണെങ്കിൽ അതിന്റെ മറു ചാപത്തിൽ വരച്ചിരിക്കുന്ന കോഡിന്റെ അളവ് നേരെ മതിയെ. ഈ കേന്ദ്രകോൺ 100 ആണെങ്കിൽ ഇതിന്റെ മറുകോൺ ഈ കോഡ് 50 കോണോ. അതേ ചാപത്തിന്റെ കോഡ് ഈ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ മറുകടത്തിൽ വെച്ചതല്ലേ. അപ്പൊ ഈ കോഡ് എന്തിനായിരിക്കും? 50 ആയിരിക്കില്ലേ. ഈ കോഡ് എന്തിനായിരിക്കും? 50 ആയിരിക്കില്ലേ. കോഡ് എന്തിനായിരിക്കും? 50. അപ്പൊ ഒരേ വൃത്തഖണ്ഡത്തിലെ കോഡുകൾ തുല്യമാണ്. 2 പോയിന്റുകളായി ഇതിന് പഠിക്കാനുള്ള നമുക്ക്. ഒന്നാമത്തെ പോയിന്റ്, ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുകടത്തിലെ കോണിന്റെ അളവ്. ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുകണ്ഠത്തിലെ കോൺ. മറ്റു രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മറുകണ്ഠത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. ഒരു ചാപത്തിൽ നിങ്ങൾ എത്ര കോണുകൾ വരച്ചോ, നിങ്ങൾ ഇങ്ങനെ ഒരു ചാപം വരച്ചു, ഏതോ വൃത്തത്തിന്റെ ഒരു കഷ്ണമാണ്. അവിടെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ നമുക്ക് ഇതിനകത്ത് കോണ് വരക്കാൻ പറ്റൂ, ഇങ്ങനെയല്ലേ നമുക്ക് കോണ് വരക്കാൻ പറ്റൂ, ഇങ്ങനെയല്ലേ കോണ് വരക്കാൻ പറ്റൂ. അപ്പൊ ഈ കോണുകളൊക്കെ തുല്യമായിരിക്കും. അതുപോലെ കഷ്ണല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കോണ് 4 കോണുകൾ തന്നെ വരച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ്, ഓർമ്മിച്ച് വെക്കേണ്ട പ്രധാനപ്പെട്ട, നേരത്തെ എഴുതി വെച്ചതുപോലെ ഓർമ്മിച്ച് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുകണ്ഠത്തിലെ കോണിന്റെ അളവ്. എഴുതി വെക്കുന്നുണ്ടോ?
എന്താണ്? ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുകണ്ഡത്തിലെ കോൺ. കേന്ദ്രകോൺ 100 കൊടുത്തപ്പോൾ മറുകണ്ഡത്തിലെ കോൺ 100ന്റെ നേരെ പകുതിയിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. ശ്രദ്ധിക്കുക, half of the center angle of an arc, ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞത്? half of the center angle of an arc is equal to angle in the alternate arc. Please listen once again. Half of the center angle of an arc, half of the center angle of an arc is equal to alternate arc of it. അതിന്റെ alternate arcന് തുല്യമായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് അതിന്റെ alternate arc. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതി വെക്കണം. നിർബന്ധമായിട്ടും എഴുതി വെക്കണം. എന്താണ്? ഒന്ന്, ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുകണ്ഡത്തിലെ കോണിന്റെ അളവ്. half of the center angle is equal to angle in the alternate arc. അപ്പോൾ നമുക്ക് അതെങ്ങനെ പ്രൂവ് ചെയ്യാം? ശ്രദ്ധിക്കാം. ഞാൻ വീണ്ടും അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തെളിയിക്കാൻ വേണ്ടി ഞാനൊരു വൃത്തം വരച്ചു. ആ ക്ലാസ് നോക്കിയിട്ട് ആ ചിത്രങ്ങളൊക്കെ ശരിക്കും വരയ്ക്കണം നിങ്ങൾ. അല്ലെങ്കിൽ നോട്ട് നോക്കിയിട്ട് നിങ്ങൾ, ടെസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആ ചിത്രങ്ങളൊക്കെ വരച്ചു നോക്കണം. ഇനി ഞാൻ ഈ ചിത്രം വരച്ചു. ഇനി ഞാനിങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. സെന്റർ ഓവർ കൊടുത്തു. അനി ഞാൻ വേണമെങ്കിൽ ഈ ട്രയാങ്കിൾ പേര് കൊടുക്കുന്നു. ABC എന്ന പേര് കൊടുക്കുന്നു. ഈ ട്രയാങ്കിൾ ABC എന്ന പേര് കൊടുക്കുന്നു. അപ്പം ABC പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 3 ട്രയാങ്കിൾ ആക്കി മാറ്റി. ഇതും ഒരു സമപാർശ്വ ത്രികോണമാണ്, ഇതും ഒരു സമപാർശ്വ ത്രികോണമാണ്, ഇതും ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ നമ്മൾ ഇതിന് x എന്ന് കൊടുക്കുമ്പോൾ ഇത് x ആയിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇതിന് y എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിന് y എന്ന് കൊടുക്കും. ഇനി നോക്കൂ, ഇനി ഞാൻ ഈ സെന്ററിലെ 3 ആംഗിൾ കാണുന്നില്ലേ? ഈ 3 ആംഗിൾ, ഇത് എക്സും ഇത് എക്സും ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് 2x ആയിരിക്കും. ഈ ആംഗിളോ 180 മൈനസ് 2y ആയിരിക്കും. ഈ ആംഗിൾ AOB എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് എത്ര എന്താ പോകുക? അപ്പൊ നോക്കിക്കോളൂ. ഇനി ഞാൻ ഇത് 3 ആംഗിൾ കൂടി കൂട്ടിയാൽ 360 ആയിരിക്കും. 9ാം ക്ലാസ് പഠിച്ചില്ലേ? ഒരു പോയിന്റിന്, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള എല്ലാ കോണുകളുടെയും അളവത്തിലേക്കണം 360. അപ്പൊ ഈ ആംഗിൾ കൂട്ടിയാൽ ഈ ആംഗിൾ കൂട്ടിയാൽ ഈ ആംഗിൾ കൂട്ടിയാൽ 360. ശ്രദ്ധിക്കണേ, ഈ ആംഗിൾ എത്രയാണ്? 150 മൈനസ് 2x പ്ലസ് ഈ ആംഗിൾ എത്രയാണ്? 150 മൈനസ് 2y പ്ലസ് ഈ ആംഗിൾ നമുക്ക് അറിയാലോ, അത് എത്രയാണ്? ആംഗിൾ AOB is equal to 360. ഇനി 150 കൂടി കൂട്ടിയാൽ 360 മൈനസ് 2x മൈനസ് 2y പ്ലസ് ആംഗിൾ AOB സമം 360. ഈ 360 എത്രയാണ് വന്നത്? ഈ ബിന്ദുവിന് ചുറ്റുമുള്ളതാണ്. ഇനി നമ്മൾ ഈ മൈനസ് 2yനെയും മൈനസ് 2xനെയും മൈനസ് 2yനെയും 360 അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ബാക്കി ആരാണ്? ഇത് ഈ സൈഡ്, ഇതിനൊക്കെ നമ്മൾ സമത്തിന് അപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ ആംഗിൾ AOB സമം സമത്തിന്റെ അപ്പുറത്തെ 360. ഏതിനൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകുക? ഈ പ്ലസ് 360 അപ്പുറം പോകുമ്പോൾ മൈനസ് 360, മൈനസ് 2x അപ്പുറം പോകുമ്പോഴോ പ്ലസ് 2x, മൈനസ് 2y അപ്പുറം പോകുമ്പോൾ 2y. ഓക്കെ, ഇനി 360 മൈനസ് 0. അപ്പൊ നമുക്ക് കിട്ടി ഹോൾ AOB സമം 2x പ്ലസ് 2y എന്ന് കിട്ടി. ഈ 360 പ്ലസ് 360 പോകുമ്പോൾ 360 കുറയ്ക്കും. കോൺ AOB സമം 2 കോമൺ ആയിട്ട് എടുക്കുന്നു 2 into x plus y. നോക്കോ, നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഈ ഇൻറ്റു 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആംഗിൾ AOB ഡിവൈഡഡ് ബൈ 2 is equal to x plus y. ഓൾറെഡി പ്രൂവ്ഡ് ഇറ്റ് അല്ല. അപ്പോൾ x plus y എപ്പോഴും എന്തായിരിക്കണം? AOB യുടെ x plus y സമം ആംഗിൾ AOB by 2.
അപ്പൊ x+y സെൻട്രൽ ആംഗിളിന്റെ അപ്പൊ ഇതല്ലേ സെൻട്രൽ ആംഗിൾ, AOB സെൻട്രൽ ആംഗിൾ. ഇത് 100 ആണെങ്കിൽ AOB 100 ആണെങ്കിൽ കേട്ടോ, എങ്കിൽ AOB 100/2 50. അപ്പൊ ആരാണ് x+y 50 ആയിരിക്കണം കേട്ടോ. അതിന്റെ മറുവശത്തിലെ കോണല്ലേ x+y. x+y ഇത് 100 ആണെങ്കിൽ x+y എത്തിയിരിക്കണം 50 ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഈ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പേരാണ് AOB. അത് എത്രയാണ്? AOB 100 ആണെങ്കിൽ 100/2 x+y എന്ന് പറഞ്ഞാൽ x+y 50. അപ്പൊ x+y എന്ന് പറയാൻ എത്രയായിരിക്കണം? 50. ഇതാണ് നമ്മുടെ അവസ്ഥ. ഞാനിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുകണ്ഡത്തിലെ കോണിന്റെ അളവ്. ഒരേ ചാപത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും. Half of the center angle is equal to angle in the alternate arcs. Angles in the same arc are equal. ഈ 2 പോയിന്റുകളാണ് എൻ്റെ കൂട്ടുകാരൻ ഓർമ്മിച്ചു വെക്കാൻ. ഓക്കെ, അപ്പം ഏതായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വിശാൽ വിജയൻ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് ബൈ.